അപ്പോൾ ജോലിക്ക് പോകുന്ന ചെറിയൊരു പ്രശ്നമായിട്ടുണ്ട്. ഇപ്പം കുഴപ്പമില്ല, സോൾവ് ആയിട്ടുണ്ട്. ആദ്യം ഗിഗ് ബുക്ക് ചെയ്യാൻ ഞാൻ മറന്നുപോയി. സംഭവം ഇന്നത്തേക്ക് ബുക്ക് ചെയ്യേണ്ടത് നാളത്തേക്ക് ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ കറക്റ്റ് 12 മണിയായപ്പോൾ ഓൺലൈൻ കൊടുത്തപ്പോൾ ഓൺലൈൻ ആവുള്ളൂ. 12 മണി കഴിഞ്ഞാൽ പിന്നെ ഗിഗ് ബുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ ശോകമായിട്ടുള്ള സമയത്താണ് ഒരു ഓഫർ വന്നത്, ഫ്രീ ഗിഗ് ഓഫർ. അതായത് നമുക്ക് ടൈം കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റും, വേറെ വിഷയമൊന്നുമില്ല. അങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗിഗ് ബുക്ക് ചെയ്തിട്ടുണ്ട് 12 തൊട്ട് 3 മണി വരെ, 3 മണിക്ക് വർക്ക് ചെയ്യാൻ പോയാണ്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഐസ്ക്രീം വലുതേക്കാട്ടിലാണ് പോകേണ്ടത്. കഴിഞ്ഞ വ്ളോഗിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡർ ലാസ്റ്റ് ഐസ്ക്രീം ആയിരുന്നു. എന്തോ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, പോകുന്ന സമയക്കൊണ്ടിരിക്കാൻ ഇനി വേറെ ഒന്നും പറയാം. ഇപ്പോൾ സമയമില്ല, ബാക്കിയുള്ളത് പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ നഷ്ടം വന്നാലും കുറച്ച് നേരം സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് മൂവ് ഓൺ ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പെഞ്ചി കട്ടൊക്കെ നിൽക്കണം. ഓർഡർ അടിച്ചതുള്ള കുഴപ്പമില്ല, എന്നാലും അന്നത്തെ പോലെ ഡിലേ ആവല് ഇല്ലേ. ഓർഡർ ക്യാൻസൽ ആയപ്പോൾ ഇൻസ്റ്റൻറ്റ് പോകും. ഓക്കെ ബാഗിനകത്ത് കുപ്പിയിൽ വെള്ളം ഒരു ഏത്തപ്പഴം വെച്ചിട്ടുണ്ട്. വിശക്കണം, കഴിക്കാം. ചിക്കണ് വരാളേ. അപ്പോൾ പൈസ പോകുന്ന നല്ല വേട്ടയാണ്. ഉച്ചയ്ക്ക് രാത്രി ഓടിക്കഴിഞ്ഞാൽ ഒരു 1300 രൂപ കൈ സൂപ്പറായിട്ട് വരും. കേട്ടല്ലോ, കട്ടൊക്കെ നിൽക്കണം. വേറെ ഒരു കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കൊണ്ടിരിക്കണം. ലൂബ് അടിക്കാൻ സമയമായ സുവിശ, നമുക്ക് വലിയ കുഴപ്പമില്ല. ഒന്നുകൂടെ പോകും, നാളെ ലൂബ് അടിക്കാം. ഓക്കെ, കമോൺ ഗൈസ്. കയ്യിൽ പൈസ എല്ലാം ഉണ്ടോ സുവിശ? പേഴ്സിനകത്ത് ഉണ്ട്, പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ട്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25/4/2026 ഇന്ന് ശനിയാഴ്ചയാണ്. ശനി ഞായറും 2 ദിവസം നല്ല ഓടിക്കഴിഞ്ഞാൽ ഒരു 4000 ഈസി ആയിട്ട് കൈ വരും. അപ്പോൾ അതുകൊണ്ട് കട്ടയ്ക്ക് ഓടാൻ ശ്രമിക്കാം. പെട്രോൾ 200 രൂപയ്ക്കാ കുറച്ചുണ്ടേ. ഇന്നലെ ഞാൻ ഫുൾ ലീവായിരുന്നു, ജോലിക്കൊന്നും പോയില്ല. അതിന് മെയിൻ കാരണം പിള്ളേരെയും കൊണ്ട് അവിടെ കറങ്ങാൻ പോകണ്ടേ. വെക്കേഷൻ സമയമില്ല, ഇവിടെ കൊണ്ട് പോയില്ല. പാവം. അങ്ങനെ ചേട്ടൻ്റെ മോനെയും എൻ്റെ മോളെയും കൊണ്ട് മ്യൂസിയം കവടിയാറൊക്കെ ഇറങ്ങിയിട്ട് വന്ന് ആദ്യം വ്ളോഗ് ചെയ്യണമെന്ന് ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ ആലോചിച്ചപ്പോൾ പിള്ളേരെ കൂടെ പോകുമ്പോൾ നല്ല എൻജോയ് ചെയ്ത് പോകണ്ടേ. വ്ളോഗിങ് ആകുമ്പോൾ മൈൻഡ് മാറിപ്പോവും, നമ്മളെ ഫോക്കസ് ഫുൾ ക്യാമറയിലായി പോകും. അതുകൊണ്ട് ക്യാമറ ഒക്കെ എടുത്ത് മാറ്റി വെച്ച് നല്ലപോലെ എൻജോയ് ചെയ്തു സൂപ്പറായിട്ട്. സത്യം പറഞ്ഞ് ഞാനും ആ സമയത്ത് ഒരു കൊച്ചു പിള്ളേട്ട് മാറി കേട്ടോ. പിന്നെ സൂ എല്ലാം കറങ്ങി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് പോയത് ശങ്കരപ്പൂപ്പനെ കാണാൻ വേണ്ടിയിട്ട് കവടിയാറിൽ. അത് എൻ്റെ മോൾ ഉപ്പുമുളക് ഫാൻസാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ശങ്കരപ്പൂപ്പനെ ഞാൻ ഒരിക്കൽ പോയി ഫോട്ടോ എടുത്തായിരുന്നു അവിടെ ഡെലിവറി പോയ സമയത്ത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര വശം, എന്നെയും കൊണ്ട് പോകാത്തത്, എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇന്നലെ അവളെ കൊണ്ട് കാണിച്ച് ഫ്ലാറ്റിൽ പോയി. സത്യം പറഞ്ഞൊരു ഫാൻ ഗേൾ മൂവ്മെന്റ് നടന്നു അവിടെ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ലപോലെ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു ടാറ്റയും പറഞ്ഞിട്ട് നേരെ വീട്ടിൽ എത്തി. അതുകൊണ്ട് നമ്മളെപ്പോലെ ആൾക്കാരൊക്കെ ഫുൾ തിരക്കാണെന്ന് അറിയാം. എന്നാലും ഇടയ്ക്കൊന്ന് ലീവ് എടുത്ത് പിള്ളേരെ കൂടെ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകണം, നല്ലതാണ്. കാരണം പിള്ളേർക്ക് അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ വഴിയില്ല, നമ്മളെ കൂടെ പോകാൻ പറ്റുള്ളൂ അവിടെ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നമ്മളെല്ലാം കൊണ്ട് പോകേണ്ടവരെ. ഇനിയും കുറേ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത ആഴ്ച ആവട്ടെ പോവാം. ലാസ് സിബി ഏജൻസീസ് ചിക്കന് വേറെ ഡബിളായിട്ട് ഒന്നേനെ ഇത് റെഡിയായ. കുറേ ഡീപ്പ് ഫ്രീസർ ഉണ്ടല്ലോ, കാരണം കൊണ്ടുപോയാലും വീട്ടിൽ കൊണ്ടുപോയില്ലേ. ഓക്കെ, ഓർഡർ പിക്ഡ് 8 സൺഡേ. അപ്പുറം വ്ളോഗുണ്ട്, കാണുന്നുണ്ടോ? താങ്ക് യു. ഓക്കെ ബൈസൺ പോവാം. ഈ ചൂട് സമയത്ത് നല്ല സെയിലാവില്ലേ ഐസ്ക്രീമൊക്കെ. നമുക്ക് ഓരോന്നും കാണുമ്പോൾ തോന്നൂല്ലേ ഇത് തുടങ്ങിയാലോ അല്ലെങ്കിൽ അത് തുടങ്ങിയാലോ. ഓരോരുത്തന്മാർ അത് ചെയ്ത് ക്ലിക്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ ഞാൻ തന്നെ ഈ ചാനൽ തുടങ്ങി 4 വർഷം കഴിഞ്ഞാണ് ഒരുമാതിരി കയറി പച്ച പിടിച്ചത്. എൻ്റെ ചാനൽ ചില സമയത്ത് ഡൗൺ ആവും, പിന്നെ അപ്പാവും, പിന്നെ ഡൗൺ ആവും, അങ്ങനെയൊക്കെ പോകാറുണ്ട്. എല്ലാ തൊഴിലും കഷ്ടങ്ങളും നഷ്ടങ്ങളുണ്ട്. മെയിനായിട്ട് കോമ്പറ്റീഷൻ, അതല്ലേ വിഷയം. നമ്മൾ എന്ത് തുടങ്ങിയാലും അതിനെതിരായിട്ട് വേറെ തുടങ്ങി കാണും. അപ്പോൾ അവനെ ഓവർടേക്ക് ചെയ്ത് നമ്മളൊരു കാര്യം ചെയ്യണം, അതാണ് വിഷയം. ശരി, അപ്പോൾ നമ്മൾ നേരെ പോകേണ്ട ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പേടാണ്. ഇവിടുന്ന് കറക്റ്റ് 6 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 12:40 സിഗ്നലൊന്നും ഇല്ല, ചുമ്മാ കയറി പോകാം പയ്യ. വാ. ഓ നീലോത്തി അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ പോയാൽ പാങ്ങോട്, പിന്നെ തിരുമല, അവിടെ നിന്ന് വലിയവിള, പേയാട്. സൂപ്പറല്ലേ. ഇവിടെ നമുക്ക് കുളച്ചൽ വാരിയർ, സൂപ്പർ അല്ലേ. ഇതുവഴി വണ്ടി ഓടിച്ച് പോണ സുഖമേ വേറെയാണ്. ശരിക്കും മരമുണ്ട്, നല്ല തണലുണ്ട്, നല്ല തണുത്ത കാറ്റുണ്ട്. ലെഫ്റ്റ് പോയാൽ കാട്ടാക്കട, റൈറ്റ് പോയാൽ പൂജപ്പുര. കാട്ടാക്കട എന്ന് പറയുമ്പോഴേ അങ്ങനെ ഓർമ്മ പറഞ്ഞത്. ഇവിടെ തന്നെ കറാത്തേര ബോർഡ് ഉണ്ടോ? ഓ, ചവിട്ട് കണ്ട കാലും മടക്കിയിട്ട് എന്തൊരു ചവിട്ട് പഠിക്കണത്. എനിക്ക് കറാത്ത പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ നടന്നില്ല. ജിമ്മിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, കുറച്ച് നടന്നില്ല. ഇതാണ് കസ്റ്റമർ. ഇവിടെയാണോ? ലാസ്റ്റ് അതിന് ക്യാഷാണ് 135 ചില്ലറ ഉണ്ടല്ലോ. താങ്ക് യു. ഓക്കെ ശരി. ഫസ്റ്റ് തന്നെ ക്യാഷ് കളക്ഷനാണ്. കൊള്ളാം, കുഴപ്പമില്ല. ഓർഡർ ഡെലിവേർഡ്. സൺഡേ ആണ് ഐസ്ക്രീമിൻ്റെ പേര്, സൺഡേ. സംഭവം സാറ്റർഡേ ആണ്, പക്ഷേ പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത് സൺഡേ ആണ്. എങ്ങനെയുണ്ട് കോമഡി? സൂപ്പറല്ലേ. കൊള്ളാമെങ്കിൽ ചിരിച്ചാ, കൊള്ളൂല്ലെങ്കിൽ ചിരിച്ചാ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും കഷ്ടപ്പെട്ട് വെളിയിൽ തന്നെ വ്ളോഗ് ചെയ്യല്ലേ, ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ അല്ലേ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ബ്രൈറ്റ് കഫേ തിരുമലയിൽ. സംഭവം കറക്റ്റ് 12 മണിക്ക് ലോഗിൻ ചെയ്തെങ്കിൽ ഇപ്പോൾ ഓരോ ഓർഡറിന് 35 രൂപ ഇൻസെൻറ്റീവ് കിട്ടിയാൽ ആവശ്യം കഴിഞ്ഞാൽ ഫോൺ എടുത്ത് പോക്കറ്റ് വെച്ചേക്കണം, ഇല്ലെങ്കിൽ ഫോണിൻ്റെ ലൈഫ് പോകും. പോട്ടെ റൈറ്റ്. എന്താ പട്ടിയാണ് കറക്റ്റായിട്ട് ക്രോസ് ചെയ്യും അറിയാം റോഡ് ക്രോസ്. പൂച്ചയാണ്ടനാണ്, പൂച്ചാണ്ടിക്കാണ് കുഴപ്പം കൂടുതൽ. ഒരൊറ്റ ചാട്ടമാണ്. ലോറി വന്നാലും ബസ് വന്നാലും ശരി. ചിലപ്പോൾ ലക്കിന് രക്ഷപ്പെടും, ചില സമയത്ത് കയറി ഇറങ്ങും. എത്ര അടുത്ത് കണ്ടെന്നറിയാമോ പൂച്ചകൾ ചാവണത്. സംഭവം പട്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ കഴിവ് പൂച്ചയ്ക്കാണ്. പക്ഷേ ഈ പൂച്ചയ്ക്ക്
ഈ റോഡ് ക്രോസ് ചെയ്യാൻ മാത്രം എന്താ അറിഞ്ഞത്? കഴിഞ്ഞ ആഴ്ച പട്ടം പ്ലാമൂടിൽ ഒരു ഓർഡർ എടുക്കാൻ പോയ സമയത്ത് നാട് റോട്ടിൽ ഒരു കുട്ടി പൂച്ച തല കയറി ഇറങ്ങി. കണ്ടപ്പോൾ വിഷമായി പോയി, സത്യം പറയാലോ. എത്രയും വലിയ രാജവമ്പാല വരെ പൂച്ച അടിച്ചിടും, പക്ഷേ ഈ റോഡ് ക്രോസ് ചെയ്യാൻ പൂച്ച കയറണമെന്ന് പറഞ്ഞ കഷ്ടം തന്നെ കേട്ടോ. ഓക്കെ, റീച്ച് റെസ്റ്റോറൻറ്റ്, ബ്രേക്ക് ടൈം കഫേ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 3 ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീം. ഓക്കെ, എല്ലാം ഇതുപോലത്തെ ആയിട്ട് തന്നെ, ഐസ്ക്രീമും സലാഡൊക്കെ. ക്യാരി ബാഗ് ഇല്ലേ, ഇതിങ്ങനെ കൊണ്ടുപോകാനാ? കസ്റ്റമർ എല്ലാം പറയുവാന്ന് കൊടുത്തു കഴിഞ്ഞാൽ കവർ ചോദിച്ചവരുടെ ഇല്ലെന്നാണ് പറയണത്. ശരി പാപ്പോ. വണ്ടി ലുക്ക് അല്ലേ സള്ള, ഒരു രക്ഷയില്ല. പൈസ വേറെ ലെവലിലാ. നീ ഇത് ഏത്തപ്പഴം ഇപ്പം കഴിക്കണോ പിന്നെ കഴിക്കണോ? വിശക്കും ലൈറ്റായിട്ട്. ഞാൻ രാവിലെ കാപ്പി കുടിച്ചാൽ ശരിയായില്ല. സാറിന് രാവിലെ മുട്ടയൊക്കെ കഴിക്കും, ഇന്ന് മുട്ട വാങ്ങിച്ചില്ല, മറന്നുപോയി. അതുകൊണ്ട് ശരി, നല്ല നോക്കട്ടെ, അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. അപ്പോൾ ഇതുവഴി പോകാൻ, നേരെ പോകാനാ ബാക്കിലോട്ട് പോകാനാ? 2 വഴിയുണ്ട്. നേരെ പോയി കഴിഞ്ഞാൽ റോഡ് കൊള്ളാം, ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് ഇത്തിരി മോശമാണ്. നമുക്ക് നേരെ തന്നെ പോകാം. കമൺ കൊയ്ക്ക്. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 1:30 മണി ആയിട്ടുണ്ട്. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ നെട്ടയാണ്. ഇവിടെ കറക്റ്റ് 5.4 കിലോമീറ്റർ ദൂരമുണ്ട്. വണ്ടിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. എന്താണ് ബസ് എന്നാ? ഓ, ഇത്രയും ഒതുക്കണോ തന്നെ? ബസ് സ്റ്റോപ്പാ? അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ആരെയും ഇറങ്ങാനുണ്ടോ? ഇല്ലല്ലോ. ഓട്ടോക്കാരെണ്ണ ഒന്ന് മാറിത്താണ് കയറിപ്പിക്കോട്ട്. ഓക്കെ, ഇതുവഴി കയറിപ്പാ. ഇതെല്ലാം എളുപ്പം വഴി, ഷോർട്ട് കട്ട്. ഇതുവഴി നേരെ പോയി എവിടെ എത്തും? അവിടെ എത്തും. അവിടെ തന്നെ പെട്ടെന്നൊന്നും പേര് ഓർമ്മ വരില്ല. അപ്പോൾ അങ്ങനെ അവിടെ എന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ഓട്ടിക്കും. അത്ര തന്നെ. റൈറ്റിലും ഓക്കെ, ലെഫ്റ്റിലും ഓക്കെ. കയറ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി പുള്ളിയും കുറവായിരിക്കും. എന്ത് പറ്റി? വണ്ടിയിൽ തേർഡ് ഗിയറിന് 4th ഗിയറിട്ട് കൈ കൊടുക്കുമ്പോൾ വണ്ടി പറക്കണ്ടേ? അത് പറഞ്ഞില്ലേ, കുറച്ച് സ്റ്റാർട്ടിങ് ഒത്തിരി ഒരു കുറവായിരിക്കുന്നത്. ചിലപ്പോൾ ക്ലച്ച് ലൂസായിരിക്കുമോ? വീട്ടിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതുപോലത്തെ ഫീൽഡ് വർക്കിൽ ഈ വണ്ടി ഇറക്കി കഴിഞ്ഞ്, ഈ വണ്ടി നിലയെ അത് വണ്ടി ഇറക്കിയാൽ കണ്ടോ വണ്ടി? അതിൻ്റെ ഒരു ഭാഗമായിട്ട് നോക്കിയാൽ മതി. പോണവരെ പോട്ടല്ലേ. ബൈസൺ വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ, വേറെ വഴിയില്ല. ഇവിടുന്ന് കറക്റ്റ് 750 മീറ്റർ ദൂരമുണ്ട്. നേരെ പോയിട്ട് ലെഫ്റ്റിൽ വളവ്, പിന്നെ റൈറ്റിൽ വളവ്, അങ്ങനെ കുറേ വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെക്കൊണ്ടിരുന്നാൽ മതി, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. ഇതെന്തോ ഇങ്ങനെ പറന്ന് വരണം. എൻ്റെ അമ്മ ഡേഞ്ചറാണിത്. നേരെ കെട്ടി വയ്യണം അതൊക്കെ ഒന്ന്, ഇല്ലെങ്കിൽ വല്ല മുഖത്തൊന്ന് വീഴും. എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രദീപിൻ്റെ വീട് എവിടെയാണ് പറഞ്ഞത്, പണ്ട് വന്ന് മറന്നുപോയി. ഒട്ട ഒന്നൊന്ന് മാറത്തൊന്ന് ഞാൻ കയറി പോകാമല്ലോ. നല്ല കുണ്ടും കുഴികളെ കൊണ്ട് പയ്യെ പോട്ട്. അങ്ങോട്ട് റോഡേ ഇല്ലേ, റോഡെല്ലാം പൊളിഞ്ഞ് കിടക്കുകയാണല്ലോ. ചില ഏരിയ അങ്ങനെയാണ്, അകത്തോട്ട് പോകുന്നത് റോഡേ കാണൂല. അതൊക്കെ ആര് കണ്ട് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകണം? ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല, കോൺക്രീറ്റ് ആണ്. സാറ് ഇലക്ഷൻ സമയത്ത് ഇതൊക്കെ ശരിയാക്കേണ്ടതാണ്, പക്ഷേ ശരിയാക്കിയില്ല. ഇലക്ഷൻ കഴിയുകയും ചെയ്തു. ഇനി ശരിയാക്കാനൊന്നുമില്ല ഇരിക്കുമ്പോൾ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് റോഡേ ഇല്ല. പക്ഷേ ഏരിയ ഉള്ളടാ, അടിപൊളിയായിരിക്കുന്നു. നല്ല കാടുള്ള ഏരിയ. ഇങ്ങോട്ട് വീടേ ഇല്ലേ, ലാസ്റ്റ് കാണുന്ന വീടായിരിക്കും. വാ സൂപ്പർ ഏരിയ, സൂപ്പർ. ഐ ലവ് ഇറ്റ്. ഇവിടുന്ന് റൈറ്റിലാണ് കാണിക്കുന്നത്, പക്ഷേ ഈ ഭാഗത്ത് വീടൊന്നുമില്ലല്ലോ. വിളിച്ചു നോക്കാം. അവിടെയാണോ? ഓക്കെ ഇവിടെയാണോ ഓർഡർ ചെയ്തത്? ഓക്കെ ഓർഡർ ഡെലിവേർഡ്. സംഭവം ഫുൾ ടീമുകൾ അടിച്ച് പൊളിക്കുകയാണല്ലോ. നല്ല പാർട്ടിയാണല്ലോ. വേർ ഈസ് ദ പാർട്ടി? അവിടെ എന്താ വീട്ടിലെ പാർട്ടി? ചെറിയ സന്തോഷങ്ങളെ ലൈഫ് ഇടയ്ക്കിടയ്ക്ക് വേണമല്ലേ, എങ്കിലും ആ ലൈഫ് കാണാൻ രസമുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിപ്പോൾ. ഇത് ഈ വഴി വന്നത്, ആ വഴി വന്നത്. ലൈറ്റായിട്ടൊന്ന് വിശക്കുകയാണ്, അതുകൊണ്ട് ഏത്തപ്പഴം കഴിക്കാം. അങ്ങനെ ഒരു ഫുൾ ഏത്തപ്പഴം കഴിച്ച് കുറച്ച് വെള്ളം കുടിച്ച് വിശപ്പം മാറി, വെള്ളം ദാഹം മാറി. അതുപോലെ ഫീൽഡ് വർക്ക് ചെയ്യാൻ നേരത്തെ ഒരു ബനാന എപ്പോഴും കയ്യിൽ വേണം. അതേ സമയത്ത് ഒരു നല്ല ഡ്രിങ്കും കയ്യിൽ വേണം. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചും കഴിച്ച് പോകാം അല്ലേ. എന്ത് രസമാണ് ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട്, അടിപൊളിയായിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മർഹബ റെസ്റ്റോറൻറ്റ്, വട്ടിയൂർക്കാവ്. മെഹറുബ കുറുമ്പി പെണ്ണെ മെഹറുബ, മറ്റേ അവിടെ. ഓക്കെ മനസ്സിലായി. മരുതൻകുഴി ജംഗ്ഷൻ അല്ലേ. ഓക്കെ, അങ്ങോട്ട് പോകുന്ന നല്ല ഓർഡർ തന്നെ, കുഴപ്പമില്ല. ഓർഡർ അടിക്കണം ഗ്യാപ്പില്ലാതെ. ഓക്കെ, ഒരു ചെറിയ പ്രൊമോഷൻ ഉണ്ട് പറയട്ടെ. എൻ്റെ വർക്കിൻ്റെ പ്രൊമോഷൻ തന്നെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല കുറഞ്ഞ വിലയ്ക്ക് സൂപ്പറായിട്ട് ചെയ്തു തരും. ഇൻഷുറൻസ് എടുക്കുന്നതിന് കൂടെ നിങ്ങൾക്ക് ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട്, 100% സപ്പോർട്ട് കാണും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, റീച്ച് മർഹബ റെസ്റ്റോറൻറ്റ്. സംഭവം ഞാൻ പറഞ്ഞ വഴിക്ക് വണ്ടി നിർത്തണമായിരുന്നു. ഞാൻ കുറച്ച് അപ്പുറത്തായപ്പോൾ ഇത് 1 way ആണ്. അതുകൊണ്ട് ഇപ്പോൾ സൈഡിൽ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സൊമാറ്റോ ചിക്കൻ ബിരിയാണി. ഓക്കെ, 6858 പിക്ഡ്. വെയിറ്റ്.
ആ വണ്ടി ലുക്കല്ലേ, എവിടെ നിന്ന് നോക്കിയാൽ ലുക്കായിരിക്കണം. ഇപ്പോൾ സംഭവം എല്ലാ ബൈക്കും ലുക്കിനും, പക്ഷേ FC-യുടെ ലുക്ക് ഒരു സെപ്പറേറ്റ് ലുക്കാണ് അല്ലേ. അതൊരു എന്താ പറയുക, നേക്കഡ് സ്പോർട്സ് ബൈക്കാണ്. സംഭവം ആരെങ്കിലും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു CC കൂടിയ ബൈക്കായിട്ട് തോന്നും അല്ലേ. ഓക്കെ, അപ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മങ്കാട്ടുകടവാണ്. ഇവിടുന്ന് കറക്റ്റ് 4.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ 2 മണി ആയിട്ടുണ്ട്. പീക്ക് അവർ കഴിഞ്ഞ് ഇതോടെ ഇനി അടുത്ത 1 മണിക്കൂർ പറയുന്നത് സാധാ ഹവറാണ്. അതിലും കുഴപ്പമില്ല, ഏണിങ്സ് ഉണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. മൊത്തം ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്താൽ ഇത്ര ഇൻസെൻറ്റീവ് കിട്ടുന്ന കണക്ക്. റൈറ്റ് ഇവിടെ തന്നെ മകരവിളക്ക് മഹോത്സവം, കണ്ടൻ ശാസ്ത്ര ക്ഷേത്രം. ചിക്കണ് വാറാളെ ഇതുകൊണ്ടൊരു വീട്ടിൽ സോളാർ പാനൽ വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പാനൽ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിൽ, പക്ഷെ വാടക വീടായിപ്പോയി. ഓക്കെ, ഇവിടുത്തെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇങ്ങോട്ട് തന്നെ ഇത് തന്നെ വീട്. എവിടെയാണ് കിഴക്ക് വീട്? ഇവിടെ ആയിരിക്കും കിഴക്ക് വീട്. അവിടെയാ. ഓക്കെ, ശ്രീരാജ്. ഓക്കെ, ഒറ്റിപ്പൊന്നുമില്ല. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അർബൻ കിച്ചൺ തിരുമല. റീച്ച്ഡ് അർബൻ കിച്ചൺ. അറബിക്, ചൈനീസ്, ഇന്ത്യൻ, സൗത്ത് ആൻഡ് നോർത്ത് ബിരിയാണി, കുഴിമന്തി. ഇത്ര ഐറ്റം ഉണ്ട്. റെഡി ആയില്ല. 3 ബീഫ് ബിരിയാണി. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ വണ്ടി അങ്ങോട്ട് മാറ്റിവേ, ഭയങ്കര വെയിലായിരിക്കും. 9833 ഓർഡർ പിക്ഡ്. പോന്നാ, കമോൺ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മലയങ്കീഴാണ്. ഇവിടുന്ന് കറക്റ്റ് 8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡർ കൊടുത്തിട്ട് പോയിട്ട് വരുമ്പോൾ കറക്റ്റ് 2:45-2:50 മണിയാവും. അതിനുശേഷം ഒരു ഓർഡർ എടുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കാം, വാ. കുഴപ്പമില്ല, ഓർഡർ എടുത്ത് നമ്മളിങ്ങനെയൊക്കെ, പക്ഷേ എല്ലാം ലോങ് ആയിപ്പോയി. അതുമില്ലാതെ മൾട്ടി ഓർഡറും ഇല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓർഡറിന് എണ്ണം കുറഞ്ഞു പോയി. ഓക്കെ, നമ്മളിങ്ങനെ മലയങ്കീഴ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ്. ഇത് ചെറിയ മുടുക്കല്ലേ, വണ്ടി പോവും, കുഴപ്പമൊന്നുമില്ല. കാറും പോവും, ചെറിയ മുടുക്കൊന്നുമില്ല. കാറ് പോകുന്ന മുടുക്കിന്. ഇവിടുന്ന് കറക്റ്റ് 400 മീറ്റർ ദൂരമേ ഉള്ളൂ. നേരെ പോയൊരു വയലുണ്ട്, ആ വയൽ കാണിക്കാം. കുറച്ച് വയലും കാടും കാണിച്ചാലേ ഒരു രസമുള്ളൂ വ്ളോഗിൻ്റെ അകത്ത്. എന്താ ഏരിയ ഇങ്ങനെ ഇരിക്കണം അല്ലേ. ഇതുപോലത്തെ ഇടയ്ക്കിടയ്ക്ക് ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പുതുമയായിരിക്കും. ഇവിടെ കംപ്ലീറ്റ് വാഴ കൃഷി, അപ്പുറത്ത് മരിച്ചീനി കൃഷി, പിന്നെ ഇവിടെ എന്തോ കൃഷി, ഇവിടെ കീരയാണ് നോട്ടാ. ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഹലോ, സൊമാറ്റോ ആണേ. ആരെയും കാണാനില്ല. അവിടെയാണെന്ന് തോന്നട്ടെ, അങ്ങോട്ട് വരാം. പട്ടി ഉണ്ടല്ലോ. അവിടെയാണോ ഞാൻ ലൊക്കേഷൻ കാണിക്കണത്? ഇവിടെ അല്ലേ ഡാർസ്? ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 94 രൂപ 17 പൈസയാണ്. ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ. ഇൻസെൻറ്റീവ് അടിച്ച് പ്രതീക്ഷ തേച്ച് കളഞ്ഞാ. അത് നമ്മൾ 12 മണിക്ക് ഇറങ്ങി ഉണ്ടാകും ചിലപ്പം. അപ്പോൾ സെൽഫി ചോദിക്കണം, എടുത്ത് കൊടുക്കാം. ഇന്ന് കയ്യിൽ ബാഗ് ഉണ്ടല്ലോ. എത്രയാണ് മാമ്പഴം? 90. 200 അത് 100. അത് എന്തായാലും വീട്ടിലത്തേക്ക് മാമ്പഴം വാങ്ങിച്ചേക്കാം. ഈ സമയത്തല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അതൊക്കെ ഒരു ചെറിയ പീസ് അത്. ഓക്കെ, അത് മതി. 1 കിലോ എടുക്കാം. കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ല മരം ഉണ്ടല്ലോ. 100 അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. പോകണം. ഇതുപോലത്തെ റൂട്ടിലൊക്കെ വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. മാമ്പഴം, പിന്നെ എന്തൊക്കെ ആപ്പിള്, മുന്തിരി, ഫ്രൂട്ട്സൊക്കെ നല്ല വില കുറവാണ് അവിടത്തേക്കാൾ ഇവിടെ ഒക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് 2-3 കിലോ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ സൈഡിലുള്ള സിറ്റുവേഷനൊക്കെ നോക്കണ്ടേ. ഇപ്പോഴത്തേക്ക് ഇത്രയും കഴിക്കാം, കുറച്ച് ദിവസം ആവട്ടെ, എല്ലാം ശരിയാവും. മാമ്പഴം. ഓക്കെ, എന്തായാലും ഇൻസെൻറ്റീവ് ഇല്ലെന്ന് കൺഫേം ആയി. വെറുതെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എന്തായാലും ഓഫ്ലൈനിൽ പോകുമ്പോൾ ഫ്രീ ഗിഗ് തന്നപ്പോഴേ വിചാരിച്ച് പണി കാണുമെന്നുള്ളത്. ഏണിങ്സ് മാത്രമേ ഉള്ളൂ, ഇൻസെൻറ്റീവ് ഇല്ല. കണ്ട, ശരി പോട്ടെ. നമ്മളുടെ മിസ്റ്റേക്ക്, നമ്മൾ ഗിഗ് ബുക്ക് ചെയ്ത് മാറിപ്പോയി. Google Pay 100 അല്ലേ? കവറുണ്ടോ? കവറുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, കവറിലേയും കുഴപ്പമില്ല. 1 2 3 4 8 10. ഓക്കെ, അങ്ങനെ പയ്യന്മാർക്ക് സംഭാരം വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കൊടുത്താൽ മാത്രം മതി. ഹായ് ബ്രോ, സംഭാരം. ചില ആൾക്കാർ ഫേസ് കാണിക്കാൻ പേടിക്കാനുണ്ട്. അതാണ് ഒരുമാതിരി അറച്ച് നിൽക്കണത്. നമ്മളും ആദ്യം അങ്ങനെയൊക്കെ ആയിരുന്നില്ല, ഫേസ് കാണിക്കില്ലായിരുന്നു. പിന്നെ ഈ വ്ളോഗ് തുടങ്ങി പിന്നെ പഴകിപ്പോയി. എന്നാ ബ്രോ, പിടിച്ചോ ബ്രോ, എന്നാ പിടിച്ചോ സംഭാരം കുടിക്കാൻ. യൂട്യൂബറാണ്, ഇയാൾ സ്പോൺസർ ചെയ്തത് നമ്മളെപ്പോലെ ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനും ചെയ്യുന്നുണ്ട്, എനിക്ക് സ്പോൺസർ കിട്ടിയുകൊണ്ട് ചെയ്ത് പോകണം. ഓക്കെ, ശരി. അത് സ്വിഗ്ഗി സൊമാറ്റോയാ? ഓക്കെ, എല്ലാവർക്കും കൊടുക്കും, അങ്ങനെയൊന്നുമില്ല. ഹായ് ബ്രോ, എന്നാ സംഭാരം കുടിച്ചു. ചെറിയൊരു സ്പോൺസർ അത്ര തന്നെ, മറന്നില്ല. ഓക്കെ, ശരിതാ. ഓക്കെ, ഇനി ഇത്ര ബാക്കിയുണ്ട്. 1 2 3 4 5 6. ഇനി ബാക്കി 6 ഉണ്ട്. ഹായടാ, മോരും വെള്ളം കുടിക്കുക. അവൻ്റെ പോയാ ഓടിക്കളെ. ഹായ്, സംഭാരം കുടിച്ച് വർക്ക് ചെയ്യുക. ഹായ് ബ്രോ, മോരും വെള്ളം കുടിച്ചോ. ഹായ് ബ്രോ, മോരും വെള്ളം. ശരി, ഓക്കെ. ഇനി വരണമുണ്ട്, തീർന്നല്ലോ. ഓക്കെ, വെള്ളം കുടിച്ചിട്ട് വർക്ക് ചെയ്യണം.
സ്വിഗ്ഗിയാ ഇൻസ്റ്റാമാർ അല്ലേ ഇവിടെ തന്നെ ശരി ഓടാ ഓക്കെ എന്നാ ഓക്കെ. അപ്പം നമ്മളെ ജോലി കഴിഞ്ഞിട്ടുണ്ട് പോന്നാ. ഓർഡർ കുഴപ്പമില്ല ബ്രോ. എവിടെ പോകണം ഇപ്പം? പോയിട്ട് വരണം അല്ലേ? ഓക്കെ ഓക്കെ. വീഡിയോ കാണാറുണ്ടോ നമ്മളൊക്കെ? കാണുമല്ലേ? അടിപൊളി. അപ്പം ഇന്നത്തെ വ്ളോഗിലുണ്ടേ വണ്ടി സൂപ്പറായിട്ട് പുതിയതാ പഴയ മോഡൽ അല്ലേ? ആ സ്റ്റൈല് സൂപ്പറായിരുന്നു. ഫുഡ് കഴിച്ചാലും ഓക്കെ ഓക്കെ. ആ സൂക്ഷിച്ച് പോണേ. ശരി കാണാം. ഓക്കെ എന്നാ ഓക്കെ. അപ്പം നേരെ പോന്നാ. കമോൺ കമോൺ കൊയ്ക്ക്. സന്തോഷമായല്ലോ. ഭഗവാനി അമ്മയാ? ഭവാനി ഇല്ലേ? ഭഗവാനി എന്ന് പറഞ്ഞു. ഒരു ദിവസം കാണാൻ പോയി കാശുവിനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, മുട്ട ഓംലേറ്റ്, പിന്നെ ഇതെന്തോന്നത് ഉരുളക്കിഴങ്ങ് പൊരിയല്ല, ഉരുളക്കിഴങ്ങ് തോരൻ, പിന്നെ അവിടെ തീയൽ, ലേശം മോരുണ്ട്. കഴിച്ചാലോ? കമോൺ. വലിയ ഓംലേറ്റിൻ്റെ പീസ് എടുത്ത് ഇങ്ങനെ വച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സത്യം ഇങ്ങനെ കഴിക്കണം. നല്ല വിരവി ഇങ്ങനെ അവിടെ മിക്സ് ചെയ്ത് വലിയ ഉരുണ്ടയായിട്ടെടുത്ത് വാ നിറച്ച് വെച്ച് ചവച്ച് രുചിച്ച് കഴിക്കണം. അല്ലേ കഴിച്ചോ? വാ നീ കഴിച്ചാ? ഇവിടെ വാ. തന്നെ വേറെ ഒന്നും പറയാനില്ല. ഇൻസെൻറ്റീവ് അടിച്ചില്ല, ഭയങ്കര ടാപ്പായിപ്പോയി. ഇനിത്തോട് കറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് കറക്റ്റ് സമയത്ത് ഓൺലൈനായി ഓർഡർ വേണം. ഇപ്പോൾ ഒരു പാടായി. പിന്നെ ചൂടിന് കുറവില്ല, ദിവസവും നല്ല ചൂട് തന്നെ. നിറയെ വെള്ളം കുടിച്ചോണം, നല്ല ഫുഡ് കഴിച്ചോണം. ഇതാണ് മെയിൻ പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ചാൽ സെൻറ്റ് അടിക്കുക, നെക്സ്റ്റ് എപ്പിലോട്ട് മൂവ് ആകുക, മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ്